പ്രഭൂതാധിവ്യാധി പ്രസഭജലിതേ മാമകഹൃതി തുദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാൽ ഉദഞ്ചൽ രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, മനക്ലേശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കുക? ആ മനക്ലേശത്തിൽ അല്ലെങ്കിൽ രോഗത്തിൽ മനസ്സ് നിമഗ്നമായി ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം വിസ്മരിക്കപ്പെടും. ഇവിടെ അങ്ങനെയല്ല അദ്ദേഹം പറയണത്. തിരിച്ച ഞാൻ എൻ്റെ വാദരോഗത്തിനെയും എൻ്റെ വിഷമങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയെല്ലാം വിസ്മരിക്കുകയാണ്. അതെല്ലാം വിസ്മരിക്കാനുള്ള ശക്തി, എൻ്റെ പീഡോപദ്രവങ്ങളെ വിസ്മരിക്കാനുള്ള ശക്തി എനിക്കുണ്ടാവട്ടെ. അതിൽ തന്നെ മനസ്സ് നിമഗ്നമായി കഴിഞ്ഞാലോ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സ് അതിൽ നിന്നെല്ലാം, എൻ്റെ വേദനകളിൽ നിന്ന്, അങ്ങനെയാണ് വേണ്ടത്. ശരിക്ക് ജീവൻ മുക്തനായിരിക്കുന്ന ഒരാളുടെ അവസ്ഥയിൽ ശരീരത്തിനോ മനസ്സിനോ ഒന്നും ബാധിക്കില്ല. രമണ മഹർഷി ഉണ്ടായിരുന്നു തിരുവണ്ണാമലയിൽ. രമണ മഹർഷി അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അത്രേ. അദ്ദേഹത്തിന് രോഗം വന്നിട്ട് കാലിലാണെന്ന് തോന്നുന്നു, ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരൊക്കെ കൂടി തയ്യാറായി. അദ്ദേഹത്തെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. അതൊന്നും വേണ്ട, ഓപ്പറേഷനൊന്നും വേണ്ട, ഞാനിങ്ങനെ ജീവിച്ചോളാം. അത് പറ്റില്ല, അങ്ങനെയാണല്ലോ. പിന്നെ ആൾക്കാരുടെ ലൗകികമായിട്ടാണ് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി കാണുകയും ചെയ്യുക. ഈവൻ ഫോളോവേഴ്സ് അടക്കം ഭക്തന്മാരാണെന്ന് പറയുന്ന, അതെ, അവരടക്കം അങ്ങനെയാണ് കാണുക. അപ്പം അദ്ദേഹത്തിന് അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സ വേണം, വേണ്ട, എന്തായാലും ഓപ്പറേഷൻ വേണമെന്നായി. ഡോക്ടർമാരൊക്കെ കൂടി തീരുമാനിച്ചു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ വിരോധമില്ല. അപ്പം അനസ്തേഷ്യ കൊടുക്കണ്ടേ? ബോധം കെടുത്തിട്ട് വേണമല്ലോ ഓപ്പറേഷൻ ചെയ്യാൻ. ബോധം എന്നെ കെടുത്തണ്ട, നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെങ്കിൽ നമ്മൾ ചെയ്തോളൂ, ബോധം കെടുത്തണ്ടാവാം. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബോധം കെടുത്താതെ അദ്ദേഹം ഇത് സംസാരിക്കുകയാണ്. അങ്ങേ ഭാഗത്ത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പറ്റില്ലേ? പറ്റുമോ? പറ്റൂല എന്ന് പറയും. നമ്മൾ കാലുമിൽ മുള്ളു കുത്തിയാൽ വേറൊരു മുള്ളുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെടുത്തിട്ട് ആ മുള്ളിനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ കുട്ടികളൊക്കെ മുള്ളു കുത്തി, കുട്ടികളെ ഓടി കളിക്കുമ്പോൾ മുള്ളു കുത്തിയാൽ അങ്ങോട്ട് ശ്രദ്ധിക്കരുത്, അവിടെ ശ്രദ്ധിക്കരുത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുള്ളെടുക്കുക അല്ലേ? ശരിക്കും ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് വേദന അറിയില്ല. അതൊരു വിഷയമാക്കി എടുത്താലോ അപ്പോൾ വേദന അറിയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇതങ്ങനെ ഈ മേപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞ മാതിരി ആ മുള്ളെടുക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതിങ്ങനെ വർദ്ധിക്കട്ടെ. ഓരോരോ കാര്യത്തിലും മുള്ളെടുക്കുന്ന പോലെ ആവട്ടെ എന്ന്. ആ മുള്ളെടുക്കുന്ന സമയത്ത് മനസ്സിനെ അവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കേന്ദ്രീകരിക്കുമ്പോൾ ആ മുള്ളു കുത്തി ആ മുള്ളെടുക്കുന്നതായിട്ടുള്ള വേദന നമ്മൾ അറിയുന്നില്ലല്ലോ. അതുപോലെ ഓരോരോ കാര്യത്തിലും അത് ചെയ്യാറാവുക, അതൊരു പ്രാക്ടീസ് ആക്കി എടുക്കുക. അങ്ങനെ വന്നാലോ ഇപ്പൊ ഈ രമണ മഹർഷിയുടെ അവസ്ഥയിലെത്തും അല്ലേ? രോഗം വന്ന് ശരീരത്തിന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സ് ഒന്ന് വേറെ ആക്കിയിട്ട് അതിനെ വിസ്മരിക്കുക. ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. അതുപോലെ മനസ്സിനെ അതിന്ന് മാറ്റാനുള്ള കഴിവ്, അതാണ് പറയുന്നത് ഇവിടെ. അത് ഭക്തി കൊണ്ടും യോഗം കൊണ്ടും ആധ്യാത്മിക ശക്തി കൊണ്ടും മനസ്സിന് ലഭിക്കുന്ന കഴിവാണത്. അതുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിവിടെ ദുഃഖിക്കുന്നത് എന്താ? ഇതൊന്നുമല്ല, വാതരോഗം കൊണ്ടാണ്. ദുരുപശമപീഡാ പരിഭവാൻ, ദുരുപശമമാണ്, ശമിപ്പിക്കാൻ പറ്റാത്തതായിരിക്കുന്ന വാതരോഗം കൊണ്ടുള്ള പീഡോപദ്രവങ്ങളെ യഥാവിസ്മര്യാസം മറക്കാൻ സാധിക്കുക. അഹം ഉദഞ്ചൽ രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ. ഉദഞ്ചൽ രോമാഞ്ചോ, അത് കേട്ടുണ്ടോ? രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറഞ്ഞത്, ശരീരത്തിൽ രോമാഞ്ചമുണ്ടായിട്ട് ഗളിത ബഹുഹർഷാശ്രുനിവഹോ, ബഹുവായിരിക്കുന്ന ഹർഷാശ്രുക്കൾ, സന്തോഷക്കണ്ണീര്
ഹർഷാശ്രു, ആനന്ദ അശ്രുക്കള് എൻ്റെ കണ്ണിൽ ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്നാണ്. എങ്ങനെയാണ് ഹർഷാശ്രു? ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ശീതബാഷ്പവിസരങ്ങളാണ്. നമ്മൾ ദുഃഖം കൊണ്ട് കരയുമ്പോൾ ദുഃഖം താപമാണ്. താപം എന്താണ്? ചൂടാണ്. ദുഃഖം കൊണ്ട് കരയുമ്പോൾ ഉണ്ടാവുന്ന കണ്ണുനീരോ താപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ കണ്ണുനീരാണ്. അതെങ്ങനെയായിരിക്കും? ഉഷ്ണബാഷ്പവിസരൈ. അത് ഉഷ്ണബാഷ്പങ്ങളാണ്. ആ കണ്ണുനീര് ചൂടുള്ളതാണ്. അങ്ങനെ തൊട്ട് നോക്കിയിട്ടൊന്നുമില്ല അല്ലേ? അത് കണ്ണുനീര് ചൂടുള്ളതാണ്. ഇവിടെ ഭക്തിയുടെ പാരമ്യത്തിലുണ്ടാവുന്ന ആനന്ദം, ആ ആനന്ദത്തിൽ ഉദ്ഭവിക്കുന്നതായിട്ടുള്ള കണ്ണുനീര്, ആ കണ്ണുനീര് എങ്ങനെയാണെന്നാ പറയുന്നത്? ശീതബാഷ്പവിസരൈ. ആനന്ദാശ്രുക്കള് ശീതബാഷ്പങ്ങളാണ്. മനസ്സ് തണുത്തിരിക്കുമ്പോണ്ടാവുന്ന ഉറഞ്ഞ കണ്ണുനീര് എന്നാണ്. മറ്റത് ഉരുകി ഒലിച്ചുള്ള കണ്ണുനീര്. ഒന്ന് മനസ്സിന്റെ എന്താണ്? വ്യഥയാണ്, ഉരുകാണ്. മറ്റത് ഉറഞ്ഞ് കട്ടിയാവുന്നതാണ്. ആ മനസ്സിന്റെ ഭാവമാണ് കണ്ണുനീരായിട്ട് ഇവിടെ സങ്കല്പിക്കുന്നത്. ഒന്ന് ദുഃഖമാണ്, ഉരുകി ഒലിക്കുന്നതാണ്. മറ്റത് ഉറഞ്ഞ് കട്ടിയായിട്ടുള്ള സാന്ദ്രമാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഭാവത്തിന്റെ മാറ്റം. രണ്ടും കണ്ണുനീര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഏനൈവാലിംഗ്യതേ കാന്ത. ഏത് കൈകളെ കൊണ്ട് കാന്തയെ ആലിംഗനം ചെയ്യോ ആ കൈകളെ കൊണ്ട് പുത്രിയെ ആലിംഗനം ചെയ്യുന്നു. ഭാവവ്യത്യാസം. ഭാവവ്യത്യാസം അതാണ് കർമ്മവ്യത്യാസം. എന്താണ് കർമ്മവ്യത്യാസം? ഭാവത്തിന്റെ വ്യത്യാസമാണ് കർമ്മവ്യത്യാസം. അതുപോലെ ഇവിടെ എന്താണ്? ശീതബാഷ്പമാണ്. ഗളിത ബഹുഹർഷാശ്രുനിവഹോ. അങ്ങനെ അങ്ങയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ രോമാഞ്ചമുണ്ടായിട്ട് ഗളിത ബഹുഹർഷാശ്രുനിവഹോ, ധാരാളമായിട്ട് ആനന്ദത്തിന്റെ കണ്ണുനീര് എന്നിൽ നിന്ന് ഉത്ഭവിക്കട്ടെ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രോഗപീഡകളെ വിസ്മരിക്കാറാകട്ടെ. എന്നിട്ടോ ചിദ്രൂപമുതിയാൽ, പരമസുഖമായിരിക്കുന്ന ചിദ്രൂപം, അങ്ങയുടെ ചിദ്രൂപം, പ്രകാശനമായിരിക്കുന്ന രൂപം ഉദിയാൽ, എൻ്റെ മനസ്സിൽ ഉണരട്ടെ, ഉദിക്കട്ടെ എന്ന് പറയുന്നത്. തമസ്സിനെ നീക്കിയിട്ട് സൂര്യൻ തപസ്സിനെ നശിപ്പിച്ച് ഏതുപോലെ ലോകത്ത് വെളിച്ചത്തെ കൊടുക്കുന്നുവോ അതുപോലെ എൻ്റെ ദുഃഖമാകുന്ന ഈ രോഗത്തിനെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ, ഭക്തിയുടെ ബോധം ഉണ്ടായി തളച്ചു വളരട്ടെ എന്നായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രഭൂതാദിവ്യാധി പ്രസഭചരിതേ മാമകഹൃതി. എൻ്റെ ഹൃദയം എങ്ങനെയാണ്? എൻ്റെ മനസ്സെങ്ങനെയാണ്? പ്രഭൂതാദിവ്യാധി പ്രസഭചരിതേ മാമകഹൃതി. മാമകഹൃതി, എൻ്റെ ഹൃദയത്തിൽ പ്രഭൂതമായിരിക്കുന്ന വ്യാധി, അതുകൊണ്ട് ചരിതമായിരിക്കുന്ന ഹൃദി നാം. അപ്പൊ ആദിവ്യാധികളെ കൊണ്ട് ദുഃഖപരവശനായി എവിടെയും ഉറയ്ക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങയുടെ രൂപം ഉദിച്ച് അത് സ്ഥിരമായി നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ മനസ്സിന്റെ ചലനത്തെ കൊണ്ടാണ് നമുക്ക് ഭഗവത് രൂപത്തിൽ മനസ്സുറയ്ക്കാത്തത്. മനസ്സുറയ്ക്കുന്നില്ല, കാരണം മനസ്സ് ചലിതമാണ്. മനസ്സ് വായുവിനെ പോലെയാണ്, അതെവിടെയും ഉറയ്ക്കുന്നില്ല. ഈ സമയത്തൊന്ന് വിചാരിച്ചാൽ അടുത്ത സമയത്ത് അത് മാറി വേറെ ഒന്നല്ല ചിന്ത പോയി. ഇങ്ങനെ വായു പോലെ ചലിച്ചിരിക്കുന്ന ഈ മനസ്സിൽ എങ്ങനെയാണ് ഒരു വസ്തുവിൽ ഉറപ്പിക്കാൻ സാധിക്കുക? സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സെങ്ങനെയാണ്? ആദിവ്യാധികളെ കൊണ്ട് പ്രചലിതമായിരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ടാണ് അത് ഉറയ്ക്കാത്തത്. അങ്ങനെ ഒരവസ്ഥ എനിക്കുണ്ട്. അതിനെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടേതായിട്ടുള്ള ആ രൂപം, ത്വദ്രൂപം പരമസുഖചിദ്രൂപമുദിയാൽ, എനിക്ക് പരമസുഖമായിരിക്കുന്ന ആ ചിദ്രൂപത്തിനെ കാണിച്ചു തരാൻ ശക്തിയുള്ളതായി തീരട്ടെ. അപ്പൊ ഭക്തിയുടെ ഓരവസ്ഥകളാണ്. ആദ്യം രോമാഞ്ചം, പിന്നെ ബാഷ്പം, പിന്നെ ഭക്തിയുടെ പാരമ്യത്തിലാണ് ആ ചിദ്രൂപമുദിയാൽ എന്നുള്ളത്.